നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യ കോവിഡ് വ്യാപനം ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാഷ്ട്രങ്ങൾക്ക് പ്രഖ്യാപിച്ച വിലക്ക് ഇന്നലെ അവസാനിച്ചു. അതെ, ഇന്ന് മെയ് 17. സൗദി അറേബ്യ പറഞ്ഞ വാക്ക് പാലിച്ചുവെങ്കിലും ഇന്ത്യ ചോദ്യചിഹ്നം തന്നെയാണ്. എന്നാലും പ്രവാസികൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സൗദി അറേബ്യയിൽ നിന്നുള്ള യാത്രക്കാരെ സ്വീകരിക്കുന്നതിന് കിങ് ഫഹദ് കോസ്വേ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ച, അതായത് ഇന്നു മുതൽ സൗദി അറേബ്യ അന്താരാഷ്ട്ര അതിർത്തികൾ തുറക്കുന്നതോടെ ബഹ്റൈനിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇരു രാജ്യങ്ങളിലേക്കുമുള്ള യാത്രക്കാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് കോസ്വേ അതോറിറ്റി നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുമുണ്ട്. മതിയായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് പൗരന്മാരുടെയും പ്രവാസികളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ബഹ്റൈനും സൗദിയും പുലർത്തുന്ന ജാഗ്രതയെ കിങ് ഫഹദ് കോസ്വേ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എമാദ് അൽ മുസൈദ് പ്രശംസിക്കുകയുണ്ടായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യാത്രാവിലക്ക് പിൻവലിക്കുന്നത് സാമൂഹിക ബന്ധം പുനഃസ്ഥാപിക്കാനും സാമ്പത്തിക മേഖലയുടെ ഉണർവിനും കാരണമാക്കുകയും ചെയ്യും. അതിർത്തി കടക്കുന്ന യാത്രക്കാർക്ക് ആരോഗ്യ മന്ത്രാലയങ്ങൾ നിഷ്കർഷിച്ച നിബന്ധനകൾ പാലിക്കുന്നുവെന്ന് ഇരു രാജ്യങ്ങളിലെയും അധികൃതർ ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യാത്രക്കാർ എല്ലാ മുൻകരുതൽ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം കോവിഡ് വാക്സിൻ സ്വീകരിക്കുകയോ കോവിഡ് മുക്തി നേടുകയോ ചെയ്ത യാത്രക്കാർക്കാണ് സൗദിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. ഇവർ സൗദി അറേബ്യയുടെ തവക്കൽന മൊബൈൽ ആപ്പിൽ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് കോവിഡ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പ്രവേശനം അനുവദിക്കുന്നതായിരിക്കും. ബഹ്റൈനിൽ നിന്ന് സൗദിയിലേക്ക് പോകുന്നവർ GCC രാജ്യങ്ങളിൽ അംഗീകരിച്ച ഏതെങ്കിലും മൊബൈൽ ആപ്പിൽ കുത്തിവയ്പ്പിന്റെയോ രോഗമുക്തിയുടെയോ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം. സൗദി പൗരന്മാർക്ക് കോസ്വേ വഴി സൗദിയിലെ പ്രവേശിക്കുമ്പോൾ അധിക നിയന്ത്രണങ്ങൾ ഒന്നുമില്ല. എന്നാൽ മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർ കോവിഡ് പരിശോധനയുടെ സാമ്പിൾ എടുത്ത് 72 മണിക്കൂർ കഴിയാത്ത നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം. GCC രാജ്യങ്ങളിൽ നിന്ന് കുത്തിവയ്പ് നടത്തിയോ രോഗമുക്തി നേടിയോ വരുന്ന യാത്രക്കാർക്ക് ബഹ്റൈനിൽ കോവിഡ് പരിശോധന ഈദ് മുതൽ ഒഴിവാക്കിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഇന്ത്യയിൽ നിന്നും ബഹ്റൈനിലേക്ക് മാത്രമാണ് വിമാന സർവീസ് ഉള്ളത്. എന്നാൽ 1 ലക്ഷത്തിനടുത്ത് രൂപ ഇപ്പോൾ ബഹ്റൈനിലേക്കുള്ള വിമാന ടിക്കറ്റിന് നൽകേണ്ടി വരുന്നു. വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നത് കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് പ്രവാസികൾ. ജൂൺ ജൂലൈ മാസങ്ങളിലെ പുതിയ ഷെഡ്യൂളുകൾ കഴിഞ്ഞ ദിവസമാണ് വിമാന കമ്പനികൾ പുറത്തുവിട്ടത്. ഇതിലാണ് ഈ ഉയർന്ന നിരക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജൂൺ 2-ന് കൊച്ചിയിൽ നിന്നുള്ള ഗൾഫ് എയർ വിമാനത്തിൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ തന്നെ 83,000 രൂപ നൽകണം. കോഴിക്കോട്ട് നിന്ന് ജൂൺ 7-നുള്ള വിമാനത്തിനും ഇതേ നിരക്കാണ് നൽകേണ്ടത്. പെരുന്നാൾ അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന പ്രവാസികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ വിമാന ടിക്കറ്റ് നിരക്ക് ഇനിയും കൂടാനാണ് സാധ്യത. ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ദുബായ് വിലക്ക് ഏർപ്പെടുത്തിയതാണ് വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂടാൻ കാരണമായി പറയുന്നത്. എന്നാൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭീതി നിലനിൽക്കുന്ന പ്രവാസികളാണ് ഇത്തരത്തിൽ വലിയ തുക മുടക്കി യാത്രയ്ക്ക് തയ്യാറാകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.